going on a trip to Scotland. But there's a twist. ഞങ്ങൾ എങ്ങനെ പോകുന്നതെന്ന് കാണിച്ചു തരാം. We are going in a caravan. വെൽക്കം ടു അവർ കാരവൻ ട്രിപ്പ് ടു സ്കോട്ട്ലൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാരവന്റെ ഇൻസൈഡ് വ്യൂ. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് എ ബാത്റൂം, ഫ്രിഡ്ജ്, മൈക്രോവേവ്, ഓവൻ, യുടെൻസിൽസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അധികം സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ഫോക്കസ് പറ്റുന്ന അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം ഈ ട്രിപ്പ്. അപ്പം മോസ്റ്റ് ഓഫ് ദ കുക്കിംഗ് നമുക്ക് വണ്ടിക്കകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. Now, if you're wondering how to book a caravan, you just need to go to a website called Camplify and enter the destination and the dates. List out ആവുന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു caravan സെലക്ട് ചെയ്യുക. എന്നിട്ട് റീഡയറക്റ്റ് ആവുന്ന പേജിൽ റിക്വസ്റ്റ് എ ബുക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിതിൻ 24 hours ഇമെയിൽ ത്രൂ റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. Once all the details about the caravan are discussed and communicated, all you need to do is make the payment and then the caravan is all yours. അപ്പം വി ആർ ഇൻസൈഡ് ദ കാരവൻ നൗ. ട്രാവൽ സ്റ്റാർട്ട് ആയിട്ട് കുറച്ച് നേരമായി. മാപ്പിൽ ചെക്ക് ചെയ്തപ്പോൾ അറൌണ്ട് 3.5 hours ട്രാവൽ ആണ് കാണിക്കുന്നത്. സോ വി ആർ ഹെഡിങ് സ്ട്രേറ്റ് ടുവേർഡ്സ് സ്കോട്ട്ലൻഡ് ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക് നൗ. ഒരു 3:30-4 മണിയായി സമയം. വി ഹാവ് ക്രോസ്ഡ് ന്യൂ കാസിൽ നൗ. ഒരു 7-7:30 ആ ഒരു സമയത്ത് എത്തും. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രാഫിക് ആൻഡ് ദ വെദർ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഡേ ടൈം ആയതുകൊണ്ടാണ് വണ്ടിക്കകത്തെല്ലാം കാണാൻ പറ്റുന്നത്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. ബിക്കോസ് വണ്ടി നീങ്ങുന്ന സമയത്ത് ലൈറ്റ്സ് എല്ലാം ഓഫ് ആയിരിക്കും. സോ ലൈറ്റ്സ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് എൻജിൻ ഓഫ് ആക്കിയിട്ട് പുറത്തുനിന്ന് ഒരു സ്വിച്ച് ഓൺ ആക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് സീറ്റിന്റെ അടിയിലും ഒരു പാനലുണ്ട്, അവിടെയും ഒരു സ്വിച്ച് ഓൺ ആക്കണം. അത് കഴിഞ്ഞാലേ ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുള്ളൂ. സെയിം ഗോസ് ഫോർ ഗ്യാസ് ആൻഡ് വാട്ടർ. വീട്ടിൽ തനിച്ച കൂട്ടിന് വരുമോ നീ? അത് പിന്നെ ചേട്ടാ കൂട്ടിന് വരുമോ നീ? ഗൈസ്, ഞങ്ങളിപ്പോ സ്കോട്ട്ലൻഡ് എത്തി. വെദർ ഭയങ്കര മോശമാണ്. ഇറ്റ്സ് സ്നോയിങ് ഔട്ട്സൈഡ്. അപ്പൊ ഇവിടെ ഇപ്പം ചായ ഉണ്ടാക്കുക. വീട്ടിൽ നിന്ന് ചിക്കൻ കറി കൊണ്ടുവന്നു. ചിക്കൻ കറി, മുട്ടക്കറി, കസ്റ്റേർഡ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി ചൂടാക്കുവാണ്. ഇനി ടോർട്ടിലയും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ ഫുഡ് സെറ്റാണ്. ചായ കഴുകാൻ പോക്ക. ഓക്കെ, പ്രിങ്കിൾസ് ഉണ്ടോ? പാലടിച്ച് കഴുകാൻ പോണോ? എന്തൊക്കെ കുന്തളിപ്പാണ്. ചിക്കൻ ഉണ്ടോ? ചിക്കൻ വേണോ? ചിക്കൻ വേണോ? ഓക്കെ. ഇവിടെ ഇപ്പം ബെഡ് സെറ്റ് ചെയ്യുവാണ്. നമ്മളിവിടെ തങ്ങിയിട്ട് മോർണിംഗ് ആയിരിക്കും ഇനി ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെഡ് സെറ്റായിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ബെഡ് ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഈ കാണുന്ന ബെഡാണ് ഉള്ളത്. ഇതിൽ സെറ്റപ്പ് ആക്കാനൊന്നുമില്ല. സ്റ്റൗവിൻ്റെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുവാണെങ്കിൽ ബെഡ് ലോവർ ആയിട്ട് വരും.
അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടിയിലേക്ക് ചൂടാക്കി കഴിഞ്ഞു. ഫുഡ് സെറ്റായിട്ടുണ്ട്. ഫുഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ കറി കൂട്ടിയിട്ട് ടോട്ടിയില കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചായം കൂടി കുടിച്ചപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായി. പിന്നെ നമ്മളിപ്പോൾ വണ്ടി ഒതുക്കിയിട്ടേക്കുന്നത് ഐൽ ഓഫ് സ്കൈ എത്തുന്നതിന് 30 മൈൽസ് ബിഫോർ ഉള്ള ഒരു ലേബൈലാണ്. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഇനി നാളെ രാവിലെ കാണാം. ബൈ ബൈ. ഹായ് ഗൈസ്, ഞങ്ങൾ ഉറങ്ങി എണീറ്റു. ഇപ്പം സമയം 9 o'clock ആണ്. അപ്പം ഞങ്ങൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വഴിയിൽ വി സോ എ ഡാം. ഇത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ഡാമാണ്. ബട്ട് ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് വല്ലതും പറയാനുണ്ടോടാ ഇതിനെ പറ്റി? ലൊക്കേഷൻ മഴ ഉണ്ടല്ലേ? This is a place called I don't know, actually we have to check it. ഹലോ, ഞങ്ങളിപ്പം സ്കോട്ട്ലാൻഡ് കാസിലെത്തി. എല്ലാവരും റെഡി ആവുക. നൈറ്റായി. ഭയങ്കര വിൻഡിയാണ്. ഇവിടെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫ്രഷായി ഞങ്ങൾ റെഡി ആയിട്ട് ഇപ്പോൾ കാസലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വിൻഡിയാണ്. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. പിന്നെ ത്രൂ ഔട്ട് ദ ജേർണി ഇറ്റ് വാസ് റെയിനിങ്. വരുന്ന വഴി മൊത്തം സ്നോ ആൻഡ് റെയിൻ ആയിരുന്നു. വണ്ടിക്കകത്ത് വലിയ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ കാസലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് റെഡി ആയിട്ട്. സോ ലെറ്റ്സ് ഗോ. My God. So you guys can see how cold it is and how windy it is.
Oh God. അപ്പൊ അത് വണ്ടിയിൽ ഇവിടെ കൂടെയാണോ കാസിൽ എൻട്രൻസ്? ഇപ്പുറത്ത് He died on January 28, 1918. He left us his legacy, the world-renowned poem in Flanders Fields. ഇതാണ് അയാളുടെ ശവകുടീരങ്ങളെ. ഗായ്സ്, ഞാൻ ഒരു കാര്യം കാണിച്ചത്. ഇവിടെ ഒരു പീരങ്കി ഉണ്ട് ഗായ്സ്, വലിയ പീരങ്കി ഉണ്ട്. ഇതിൽ വെടി വെക്കാൻ പറ്റും, നമുക്ക് വെടി വെക്കാൻ പറ്റും. ഓക്കെ, ലൈറ്റ് ഉള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ നല്ല രസേന. ബട്ട് ഇപ്പം ഫുൾ ഭയങ്കര കാറ്റ്. എങ്ങോട്ടാ നെക്സ്റ്റ് പോന്നേ? ചായ കുടിച്ചല്ലോ. We are going to Scotland again. ഞങ്ങളിപ്പോ ഒരു ഷോപ്പിൽ കയറാൻ പോവാണ്. അയാൻ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് സം സ്നാക്സ് ആൻഡ് സ്റ്റഫ്. ആൻഡ് ടുഡേ ഈസ് ന്യൂ ഇയേഴ്സ് ഈവ്. അപ്പം എവിടെയാണ് ഫയർ വർക്ക്സ് ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഷോപ്പ് കിട്ടിയത്. ഇവിടെ അങ്ങനെ ഷോപ്സ് ഒന്നും നമുക്ക് വഴിയിലൊന്നും കാണുന്നില്ല. എഗ് ഓക്കെ, നൈസ്. ഇതെന്താണ്? ഓ, ദിസ് ഇസ് ദ കാസൽ. ഇത് കണ്ടില്ലേ ഗൈസ്, ഇവിടെ കുറേ പോസ്റ്റ് കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഈ കാസിലാണ് നമ്മളിപ്പോൾ പോയി കണ്ടത്. ബട്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് ഡാർക്ക്. നമുക്ക് നാളെ തിരിച്ചു വരാൻ പറ്റുമോ ഇങ്ങോട്ട്? ഓക്കെ, കഴിഞ്ഞോ ഗൈസ്? സ്മൈൽ. ഇങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് തിരിച്ച് വണ്ടി കയറി. ഇപ്രാവശ്യം സ്കോട്ട്ലൻഡിൽ ഫയർ വർക്ക്സ് ഇല്ല, ബിക്കോസ് ദ വെദർ ഇസ് റിയലി ബാഡ്. ലണ്ടൻ ഏരിയയിലൊക്കെ കാണുമായിരിക്കും, ഐ ഡോണ്ട് നോ, ബട്ട് ഈ ഏരിയയിൽ ഇല്ല. സോ വി ആർ ഗോണ സെലിബ്രേറ്റ് ഇൻസൈഡ് ദ കാരവൻ. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് 12 o'clock കേക്ക് കട്ട് ചെയ്തിട്ട് വിൽ ബി സെലിബ്രേറ്റിംഗ് ഇൻ ദി കാരവൻ. ഫ്രിഡ്ജ് കാണുന്നുണ്ടോ? എന്താ നോക്കുന്നത് ആദ്യ? ഞാനേ ഫ്രിഡ്ജിൽ നിന്ന് കസ്റ്റേർഡ് എടുക്കുക. ഞാൻ വീട്ടിൽ നിന്ന് കസ്റ്റേർഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഇപ്പം കസ്റ്റേർഡ് കഴിക്കാൻ ഗുഡ് സ്മെൽ. ഓക്കേ, ഹായ് വിനി.
തലവേദന എടുക്കുന്നു. Oh, this is our Ramban. To the class. Mutamma. Vinny. മനസ്സിലായി Vinny. Right. Okay, don't throw it. Don't throw it away. Don't. Next. അത് അങ്ങനെയല്ല, സ്പൂണൊക്കെ വെച്ചാണ് കുടിക്കേണ്ടത്. ഈ മാറ്റം മനുഷ്യനെ എല്ലാരും പറഞ്ഞേ എങ്ങനെയുണ്ടെന്നൊക്കെ പറ. How is it custard? Where were you? It's really good, guys. 3 ദിവസത്തെ പഴക്കമുള്ള കസ്റ്റർഡ് ആണെന്ന് പണ്ടാ പറയില്ല. ഇന്നലെ മോർണിംഗ് ഉണ്ടാക്കിയ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കിയത്. Don't shout, it's your channel. I made this at 3 a.m. in the morning. Oh my god, what's the time now? But അങ്ങനെയാണ് ടേസ്റ്റ് This ഇറങ്ങുന്നത്. is പടകം തോറും വീര്യം കൂടുമെന്ന് പറയടി, എങ്ങനെ പറഞ്ഞുകൂടെ? താഴെ വീണു പോയി, എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തേ. താഴെ വീണു പോയോ? താഴെ എന്ന് പറഞ്ഞാൽ വയറിനും താഴോട്ടായി പോയി. Okay, I'm gonna stop this because I want to drink some custard. ഇതാണ് ഞാൻ തറ തട്ടി. അല്ല, നീ എടുക്കും. അപ്പൊ ദേ ദർശന ചിക്കനൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കാണ്. ദർശന ഇത് അക്ഷയ്. ചിക്കൻ ഫ്രൈക്കുള്ള മസാലപ്പൊടികൾ എടുക്കുവാണ്. ഈ ബോക്സ് എടുത്ത് വെക്കാറുണ്ട്. അല്ല അത് കല്ലുണ്ടോ? ഗുഡ് ബോയ് ആവാൻ നവീച്ചും ദർശനും കൂടിയിട്ട് മസാലപ്പൊടികളും എല്ലാം ഇടാനുണ്ട്. നമ്മൾ വിചാരിച്ചു മസാല ഒക്കെ ഇട്ടിട്ട് മാറ്റി വെക്കാം, എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും നല്ലൊരു അടിപൊളി പ്ലേസ് കാണുമ്പോഴത്തേനും അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുക്ക് ചെയ്യാം. അതല്ലേ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ? സോ നമ്മളിവിടെ നോക്കുമായിരുന്നു ഇവിടെ വല്ല ഫയർ വർക്ക്സ് ഉണ്ടോന്ന്. അപ്പം ഇവിടെ ഇല്ലാതെ നമ്മള് ബാഡ് വെതർ കാരണം ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞു. പിന്നെ ഓൾസോ എഡിൻബ്രയിലെയും ബ്ലാക്ക്പൂളിലെയും ഫയർ വർക്ക്സ് ക്യാൻസൽ ആയി. സോ വി ആർ ലൈക്ക് സോ ഹാപ്പി ബിക്കോസ് വി സോ ഫാർ അവേ ഫ്രം എഡിൻബ്ര. അപ്പം നമ്മൾ വിചാരിച്ചു കാരവന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കാരവാൻ. അതിനകത്താണ് ഇപ്പൊ നീ നിൽക്കണം. കരയാണ് ഗൈസ്, വിനി കരയാണ്. അവൻ പോയി, അവൻ ന്യൂ ഇയർ ആയിട്ട് കളഞ്ഞിട്ട് പോയി. വിനിയുടെ ബോയ്ഫ്രണ്ട് പോയേ. പോകട്ടെ. He gone. It's gone. Gone, Vinny's love is gone. His love is gone. അവൻ പൊളിക്കായിരിക്കും. ചിക്കൻ റെഡി ആയി ഗൈസ്. ന്യൂ ഇയർ എവർ. ചിക്കൻ റെഡി ആയി ഗൈസ്. മെരട്ടി വചനുണ്ടാ, പെരട്ടി മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് കണ്ടോ? മാഗ്നറ്റ് ഇട്ട് വെച്ച് സൗത്ത് പോളും. കേക്കൊന്നും വേണ്ടേ? Oh, sorry, I forgot. Oh, we also have cake. ചിക്കൻ റോസ്റ്റിനുള്ള മസാല റെഡി. ചിക്കൻ ഫ്രൈ.
ഇനി നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ? ഇതിൻ്റെ അളപ്പുണ്ട് ആക്ച്വലി താഴെ. ഐ തിങ്ക് സോ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. Please don't forget to like, share and subscribe. So until I see you in the next video, bye bye, see you, take care.